മൂന്ന് പ്രോസസ്സും അതിൻ്റെ സ്റ്റെപ്സിനെ പറ്റിയിട്ടും പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ JEE എക്സാം എഴുതി റിസൾട്ട് വന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കാണ് ഈ ജോസ അലോട്ട്മെൻറ്റ് പ്രോസസ് വഴി NIT IIT GFTIസിലേക്കൊക്കെ അലോട്ട്മെൻറ്റുകൾ നടക്കുന്നത്. അപ്പോൾ നമുക്കതിൽ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഉണ്ട്. സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഒറ്റവട്ടം തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കോളേജസുകളെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓർഡറിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് ആദ്യം കിടക്കാം. അപ്പോൾ എല്ലാ കുട്ടികളും 75% അഗ്രഗേറ്റ് വേണമെന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അപ്പോൾ ആ കാര്യങ്ങളിൽ കുറച്ച് റിലാക്സേഷനുള്ള കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. ലൈക്ക് 75% അഗ്രഗേറ്റ് കിട്ടാത്ത കുട്ടികൾ ടോപ്പ് 20% വരികയാണെങ്കിലും അത് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ SC ST കാറ്റഗറിയിലും PWD കാറ്റഗറിയിലും വരുന്ന കുട്ടികൾക്ക് 65% ആണെങ്കിലും മതിയായിരിക്കും. പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയ കുട്ടികളുടെയും മറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അനക്സർ 2 പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ അയച്ചു തരാവുന്നതാണ്. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ നെക്സ്റ്റ് പറയുന്നത് JEE അഡ്വാൻസ്ഡ് ക്വാളിഫൈ ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമായിരിക്കും IITസിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുക. JEE മെയിൻ 2023 BE BTech പേപ്പർ അതുപോലെ തന്നെ BArc B പ്ലാനൊക്കെ ആണെങ്കിൽ NITസിലേക്കും IIEST IIITs അതുപോലെ GFTIs ഇതിലേക്കുള്ള BTech BArcൻ്റെ ഒക്കെ അലോട്ട്മെൻറ്റിനാണെങ്കിൽ പേപ്പർ 2ൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ JEE മെയിൻസിൻ്റെ റിസൾട്ടാണ് നോക്കുന്നത്. അഡ്വാൻസ്ഡ് എഴുതേണ്ട അത്യാവശ്യമില്ല. ഓക്കെ, ഇത്തരം ഡീറ്റെയിൽസുകളാണ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള josa.nic.in കയറിയിട്ട് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറുകളെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് തരും നമ്മുടെ ചാനലിൽ. എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉള്ള കുട്ടികൾക്ക് അത് നോക്കി പഠിച്ചതിന് ശേഷം ചെയ്യാവുന്നതാണ്. കാരണം NITസും IITസിനൊന്നും ഒരുപാട് കുട്ടികൾക്ക് കിട്ടുന്നതല്ല. അപ്പോൾ ഇവിടുത്തെ അക്ഷയ കേന്ദ്രത്തിൽ പോലും ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട് പലവർക്കും. അപ്പോൾ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഫില്ലിംഗ് പ്രൊസീജിയറാണ്. JEE രജിസ്ട്രേഷൻ നമ്പർ, പാസ്വേഡ്, കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ചോയ്സ് ഫില്ലിംഗ് ഉണ്ട്. നമുക്ക് ഓരോരോ ചോയ്സും കാര്യങ്ങളും നമ്മുടെ ഓപ്ഷൻസ് കൊടുക്കുന്നു. അതിനെപ്പറ്റി സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ലോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോയ്സസ് കൊടുത്തിട്ടുള്ളതെല്ലാം കൂടി നമ്മൾ സേവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ലോക്കിംഗ് യുവർ ചോയ്സ്. അപ്പോൾ അത് എൻഡ് ഡേറ്റിന് മുന്നേ തന്നെ നമ്മളത് ലോക്ക് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ പിന്നെ കൊടുത്തിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മാറാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം പ്രൊസീജിയേഴ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക്